കേരളത്തിലെ ഒരു സർവേ പറയണത് 45% യുവാക്കളും സിന്തറ്റിക് ഡ്രഗിന് അടിമകളാണെന്നാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടെ നടക്കുന്ന പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നവരായിരിക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ജീവനും ഇപ്പൊ ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അനിയന്മാര്, നമ്മുടെ പിള്ളേർ ഓരോ സാധനങ്ങൾ വലിച്ചു കയറിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്ന നമ്മുടെ യുവതലമുറ. 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ സിന്തറ്റിക് ഡ്രഗ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി വിടുമോ? ഡ്രഗ് ഇനി വാങ്ങാനുള്ള കാശും എൻ്റെ കയ്യിലില്ല, ഉറക്കമില്ല, ആഹാരം വേണ്ട, അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ചേട്ടാ. ഇതാണ് അവ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. എനിക്ക് ആകപ്പാടെ പരിചയമുള്ള 2 സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഊളംപാറ, 2 എന്ന് പറയുന്നത് ദി ഡെയിൽ വ്യൂ ഡി അഡിക്ഷൻ സെന്റർ ഒക്കെയാണ്. അവിടുത്തെ കോളേജിൽ CEO എന്ന് പറയുന്നത് ഷൈജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ എനിക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും അറിയാം. എന്തായാലും ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞ് കോളേജിലോട്ട് വരാൻ പറഞ്ഞ് ഞാൻ കോളേജിലോട്ട് പോയി. കുറേ നേരം എൻ്റെ അടുത്ത് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണിച്ചു തന്നു. ശരിക്കും നല്ല കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര നമുക്കൊരു ഹോസ്പിറ്റൽ ഫീൽ ഇല്ലാത്ത വളരെ നല്ല ഒരു സ്ഥലം, വളരെ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലം. പിന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കോർട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ജിമ്മുണ്ട്, TV ഉൾപ്പെടെയുള്ള റൂം ഫെസിലിറ്റീസ്. 2 പേർക്ക് അവിടെ നിൽക്കാൻ പറ്റും. 3 നേരം അവർക്ക് കഴിക്കാനുള്ള ഫുഡ്. ഞാനും ഇന്ന് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ച് കാമൻ ക്വയറ്റാണ്. നിങ്ങൾക്കോ നിങ്ങളെ വേണ്ടപ്പെട്ടവരവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉപയോഗം ഉണ്ടാവണമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. നിലവിൽ ഇവിടെ ഫുള്ളാണ്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സജഷൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അത്രയും സേഫ് ആണ് ഇവിടെ. അല്ലാതെ നമ്മൾ അടിക്കില്ലെന്ന് പറഞ്ഞാലും കഴിക്കില്ലെന്ന് പറഞ്ഞാലും കഴിക്കുന്നവർ കഴിക്കും, കഴിക്കാത്തവർ കഴിക്കൂല. പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും യുവാക്കളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, കുടുംബമാണ് നമ്മുടെ ലഹരി. നിങ്ങളുടെ അച്ഛനോടും ഭാര്യയോടും അമ്മയോടും മക്കളോടും ഒക്കെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തട്ടി ഈ ലഹരി പരിപാടികളെല്ലാം വിട്ടിട്ട് കുടുംബം എന്ന ലഹരിയിൽ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് ഈ ടെൻഡൻസിയിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളടുത്തോ വീട്ടുകാരടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെങ്കിലും തുറന്നു പറയുക. ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഇതിൽ നിന്നൊക്കെ ഒന്ന് വിമുക്തനായി നല്ലൊരു ജീവിതം കാഴ്ചവെച്ച്, എന്തായാലും നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല പേര് കേട്ട് ജീവിച്ചില്ലെങ്കിലും മരിക്കുമ്പം നാട്ടുകാരെങ്കിലും പറയണം അവൻ ജീവിച്ചിരുന്നപ്പം നല്ലവനായിരുന്നു എന്ന്.